ഹലോ ഗായ്സ്, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് വീഡിയോ ആണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇതിൽ. അതായത് നമ്മുടെ ഈ ഒരു ആൾട്ട് സീസണിൽ നമുക്ക് ഇപ്പോൾ ആൾട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഓൾമോസ്റ്റ് ഒരു 1 മന്തിൻ്റെ അടുത്തായിട്ടുണ്ട്. അതായത് നമ്മൾ ഡൊമിനൻസിൻ്റെ ആ ഒരു പീക്ക് ഹൈറ്റ്, ആ ഒരു ഹൈ ലെവലിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് നോക്കുമ്പോൾ ഒരു 10 ഒരു 8% മീതെ ഡംപിങ് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം എത്ര ദിവസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 27 ദിവസം അല്ലേ. അതായത് ഒരു 30 ദിവസത്തിനടുത്ത്, ഒരു മാസത്തിനടുത്ത് നമുക്ക് ഒരു ഡംപിങ് കിട്ടിയിട്ടുണ്ട്. അതായത് ഡൊമിനൻസിൻ്റെ ഒരു ക്രാഷ് കിട്ടിയിട്ടുണ്ട്. ഈ ഡൊമിനൻസ് ഇറങ്ങുമ്പോഴാണല്ലോ നമ്മുടെ ആൾട്ട് കോയിനുകളൊക്കെ നല്ല രീതിയിൽ കയറി വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു റിപ്പോർട്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാനുള്ള ചാൻസുകൾ എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ആ ഒരു കേസ്, ഡൊമിനൻസിൻ്റെ കേസ് നമുക്ക് നോക്കുമ്പോൾ 2021 ഇതേപോലത്തെ ഒരു റേഞ്ചിൽ നിന്ന് താഴത്തോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം അവിടെ നിന്ന് അങ്ങോട്ട് ഒരു മാസം കഴിയുമ്പോൾ ഞാൻ ചാർട്ടൊന്ന് ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം. ഏകദേശം ജൂൺ അല്ല, ജനുവരി 3-ാം തീയതി മുതൽ നമുക്കൊരു 30 ദിവസം പിടിക്കാം. ഒരു 27-28 ദിവസം കഴിയുമ്പോൾ ഏകദേശം ഡേറ്റ് ഞാൻ ഇവിടെ കേഴ്സർ വയ്ക്കുമ്പോൾ താഴെ കാണിക്കുന്നുണ്ട്. ജാനുവരി 28, അതായത് ഒരു മാസം ഡൊമിനൻസ് ഇറങ്ങിയപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ കോയിനുകളൊക്കെ ടോപ്പ് 100 കോയിനുകളിൽ കുറേ കോയിൻസുകൾ ഈ 300%, 400, അതായത് 4x 3x% എബോവ് കയറി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സൊളാനോ അങ്ങനത്തെ കുറച്ച് കോയിൻസുകളുണ്ട്, ഷിബ അങ്ങനത്തെ കോയിൻസ് ആയിക്കോട്ടെ, ടോക്കൺസ് ആയിക്കോട്ടെ, നമ്മുടെ ഈ ഒരു ഡൊമിനൻസ് ഒരു 1 ഇയറോളം 2021 എൻഡ് വരെ നല്ല രീതിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൺസോളിഡേറ്റ് ഉണ്ട്, പക്ഷേ അത് അപ്പ് ട്രെൻഡ് അല്ല, കണ്ടിന്യൂസ് താഴത്തോട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചാർട്ട് സ്ക്രോൾ ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ. പക്ഷേ ഷിബ നവംബർ ടൈമിലായിരുന്നു പമ്പ് ചെയ്ത് 10x കയറിയത്. സൊളാനോ ജനുവരി കഴിഞ്ഞ് സെക്കൻഡ് മന്തിലാണ് പമ്പ് ചെയ്ത് കയറിയത്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പല സമയങ്ങളിലും പല കോയിൻസുകളും 10x അബോവ് കയറിയിട്ടുണ്ട്. എന്നാൽ 2018 കേസ്, ഇത് ജസ്റ്റ് ഇതൊന്ന് പണ്ട് ഇപ്പോഴത്തെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു അവസ്ഥ ഞാൻ പറയാം. അപ്പോൾ 2017 എൻഡ് കഴിഞ്ഞ് 2017 ഫെബ്രുവരി മുതൽ 2018 ആ ഒരു സീസൺ, ഈ ഒരു ടൈമിലുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് കോയിൻസുകൾ ഉണ്ടായിരുന്നുള്ളൂ. അതായത് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഉണ്ടായിരുന്ന ഒരു 500 കോയിൻസുകളാണ് എല്ലാവർക്കും കൂടുതലായിട്ട് അറിയുന്നുള്ളൂ. അതിന് കൂടുതൽ 500 റാങ്കിന് മീതുള്ള കോയിനുകളോ ടോക്കണുകളോ ആയാലും ആർക്കും അറിയില്ല, അതായത് പോപ്പുലർ അല്ല. എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് 1000 റാങ്ക് കഴിഞ്ഞിട്ടുള്ള ടോക്കണുകളും കോയിനുകളും വരെ MEXയിൽ അങ്ങനത്തെ എക്സ്ചേഞ്ചുകളിലൊക്കെ പലരും ട്രേഡ് ചെയ്യുന്നുണ്ട്, പലരും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പഴയ അവസ്ഥ എന്ന് പറയുമ്പോൾ ആൾട്ട് സീസണിൻ്റെ ഫസ്റ്റത്തെ ഒരു സീസണായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിലുള്ള ടോപ്പ് 500 കോയിൻസ് നമ്മൾ വാങ്ങിയാൽ പോലും, അല്ലെങ്കിൽ ടോപ്പ് 250 കോയിൻസ് റാങ്ക് അടിസ്ഥാനത്തിലാണ് പറയുന്നത്, അത്രയും കോയിൻസ് നമ്മൾ വാങ്ങിയാൽ പോലും നമുക്കത് അവിടെ 20x അബോവ് റിട്ടേൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2021 സീസണിൽ നമുക്ക് ഓൾമോസ്റ്റ് 10x അബോവ് 20x ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ടോപ്പ് 500 റാങ്കിലുള്ള കോയിൻസുകളല്ല, ടോപ്പ് 100ൻ്റെ ഉള്ളിലുള്ള കോയിൻസുകളൊക്കെയാണ് 10x അബോവ് നല്ല രീതിയിൽ കയറിപ്പോയത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. പക്ഷേ ഈ ഒരു 2025 സീസണിൽ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ 2017-18 ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ഒരു 4 ഇരട്ടി കോയിൻസുകൾ 2021 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ 2018 ആ ഒരു സീസണിൽ വളരെ കുറച്ച് കോയിൻസുകളുള്ളൂ, ടോപ്പ് 500 കോയിൻസുകളുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ 2021 നമുക്ക് പരിചയമായിട്ടുള്ള കുറേ കോയിൻസുകളുണ്ട്. 500 അല്ല, അതിന് മീതെ 1000 റാങ്കിൽ 2000 റാങ്കിലൊക്കെ പരിചയമുള്ള കുറേ കോയിൻസുകളുണ്ട്. പക്ഷേ അതൊക്കെ 10x 20x ഒക്കെ കയറി പോയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു സീസണിനേക്കാളും 4 ഇരട്ടി കോയിൻസുകൾ 2021 വന്നപ്പോൾ സംഭവിച്ചത്, ഈ 2018 40x 50x, അതായത് 40x 50x ഒക്കെ കയറിയ കോയിൻസുകൾ പിന്നെ 2021 സീസണിൽ ഇത്രയധികം കോയിനുകൾ, ഒരു 4 ഇരട്ടി കോയിനുകൾ വന്നപ്പോൾ അത് 10x 20x ഉണ്ടായിരുന്നില്ല അധികം. 10x ഒരുവിധം ഓൾമോസ്റ്റ് കുറേ കോയിൻസ് കയറിയിട്ടുണ്ട്. അപ്പോൾ അത്രയധികം കുറവ് വന്നു. അതായത് 40x കയറിയ സീസണിലുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് സീസൺ വന്നപ്പോൾ 40x എന്നുള്ള 10x ഒക്കെ ആയി ഒരു ആവറേജ് കോയിൻസിൻ്റെ പമ്പിങ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം കോയിനുകളുടെ എണ്ണം കൂടുമ്പോൾ ഈ വെയിൽസുകൾ അങ്ങനെയുള്ള ടീമുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഡൈവേഴ്സിഫൈ ആയി പോകുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ 2025 ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത് ഇതിലുണ്ടായിരുന്നത്. നമുക്ക് ഈ ഒരു ഡൊമിനൻസിൻ്റെ ഒരു പീക്ക് മുതൽ നോക്കാം. 2025 ആ ഒരു ടൈമിൽ ഒരു 1 മന്ത് ഇറങ്ങിയപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 10x ഒന്നും കാണുന്നില്ല, 2x തന്നെ വളരെ റയറായിട്ടാണ് സംഭവിക്കുന്നത്. മനസ്സിലായില്ലേ? 2x തന്നെ വളരെ റയറായിട്ടാണ് നമ്മുടെ ആൾട്ട് കോയിനുകൾ, ക്രിപ്റ്റോ കറൻസികളിലൊക്കെ കാണുന്നത്. അപ്പോൾ അത് എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ട് ഉണ്ട്, നിർബന്ധമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ആൾട്ട് കോയിനുകൾ കുറേ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട് ഇല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, 2021 ഈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തതും അതുപോലെ ടോപ്പ് 100 കോയിനുകളുമാണ് ഈ പറഞ്ഞ പോലെ 10x കയറി വന്നത്. ഈ 10x കയറിയത് ഈ ടോപ്പ് 100 എല്ലാ കോയിൻസും അല്ല, ഈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തതാണ് കയറിയത്. പക്ഷേ 2025 വന്നപ്പോൾ ടോപ്പ് 100
ഒരു കോയിൻ പോലും ഈ ഒരു മാസം കഴിഞ്ഞിട്ട് പോലും 10x പോയിട്ട് ഒരു 3x എബോവ് പോലും കയറുന്നില്ല. അത് ഭയങ്കര ഒരു പ്രോബ്ലം തന്നെയാണ്. അതും മാത്രമല്ല, ഡോമിനൻസ് അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. തീരെ ഇറങ്ങിയിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു 8% അടുത്തോളം ഇറങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, 8.5 അല്ലെങ്കിൽ 8% നമുക്ക് ആവറേജ് പിടിക്കാം. 8% കഴിഞ്ഞ സീസണിൽ ഫസ്റ്റ് മന്ത് ഇറങ്ങിയപ്പോൾ, ഞാൻ കഴിഞ്ഞ സീസണിലോട്ട് വരാം. 2021 ടൈമിൽ 1 മന്ത് കൊണ്ട് എത്ര ശതമാനം ഇറങ്ങി നോക്കാം. നമുക്ക് കുറച്ച് കൂടുതൽ കാണാം, 8%-നേക്കാളും കുറച്ച് കൂടുതൽ കാണാം. ഇതാ ഏകദേശം 28 ദിവസം കൊണ്ട് നോക്കിയാൽ 12% ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ 8% ഇറങ്ങിയിട്ടുള്ളൂ. എന്നിരുന്നാൽ പോലും നമുക്ക് ഈ 8%, ഇവിടെ 12% 2021 ഇറങ്ങിയപ്പോൾ 10x കുറേ കോയിൻസുകൾ കയറിയിട്ടുണ്ട് ഇല്ലേ. നമുക്ക് ടോപ്പ് 100-ലുള്ള കുറേ കോയിൻസുകൾ കയറി വന്നിട്ടുണ്ട്. പക്ഷേ 2025 ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ഡാറ്റ പ്രകാരം ഈ 8% ഇറങ്ങിയിട്ട് പോലും അങ്ങനെ കോയിൻസുകളൊന്നും 10x പോയിട്ട് 5x പോലും ഇല്ല, വെറും 2x പോലും കിട്ടുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മൾ കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കോയിനുകളൊക്കെ ഇനി നമുക്ക് 10x പ്രതീക്ഷിക്കാമോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി നമുക്ക് ഇതീറിയത്തിൻ്റെ കേസിലോട്ടൊന്ന് വരാം. ഇതീറിയത്തിന് നമുക്ക് 2021 ഇതീറിയം നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി സീസൺ ഒന്ന് സ്ക്രോൾ ഔട്ട് ചെയ്ത് കാണിച്ചിട്ടാണ്. 2021 നമുക്ക് അറിയാലോ, ജനുവരി 3 മുതൽ ആണ് സീസൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിയാലോ. അപ്പോൾ ഞാൻ ഈ ഇതീറിയത്തിൻ്റെ ചാർട്ടിൽ 2021 ആ ഒരു ഡൊമിനൻസ് ഇറങ്ങിയ ആ ഫസ്റ്റ് മന്ത് ഞാൻ നോക്കാൻ കാണിച്ചു തരാം നമുക്ക്. ഫെബ്രുവരി, ജനുവരി ഒക്കെ വന്നു. ജനുവരി 1 മുതൽ നമുക്കൊരു മാസം 14 27 ദിവസം, 27-28 ദിവസം കൊണ്ട് 100%, അതായത് 2x ഇതീറിയം തന്നെ അവിടെ കയറി. എന്നാൽ നമുക്ക് ഇപ്പോഴത്തെ ടൈമിലോട്ട് വരാം. ഇപ്പോഴത്തെ ടൈമിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ജനുവരി മുതൽ തന്നെ പിടിക്കാം. ഇത് നമുക്ക് ജൂണിലാണല്ലോ ഡൊമിനൻസ് ഇറങ്ങാൻ തുടങ്ങി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് കഴിഞ്ഞ സീസണിലാണ് ജനുവരിയിലാണ് ഇറങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു മാസത്തെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ ജൂൺ 27 ഇറങ്ങാൻ തുടങ്ങിയത്. ഇന്ന് ജൂലൈ 24 ആയിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ നമുക്ക് ജൂൺ 27 മുതലുള്ളത് നോക്കാം. ഓക്കെ, ഒരു മാസത്തെ ഡാറ്റ നമുക്ക് നോക്കി നോക്കാം. ഇത് ജൂലൈ ആണ്. ജൂൺ 27 നിന്ന് ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ അതായത് 0.5x ഞാൻ ഉദ്ദേശിക്കുന്നത് 50%. മറ്റോടത്ത് അവിടെ 100% എബോവ് കയറിയിട്ടുണ്ട് 2021 ആ ഒരു ഡൊമിനൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ. ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ കാണിച്ചു തരാം. ഡിസംബർ, ജനുവരി 1 മുതൽ ജനുവരി 1, 24, 26 ദിവസം ആകുമ്പോഴേക്കും 100% കയറിയിട്ടുണ്ട്. എന്ന് ഈ ഒരു ടൈമിലായപ്പോൾ, ഈ സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് 50% കയറുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ പഠിക്കാനുള്ളത്, ആൾട്ട് സീസൺ ഓരോ സീസൺ വരും തോറും ആൾട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞു വരുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ വേറെ ഒന്നുമല്ല, അത്രയധികം കോയിൻസുകൾ ഇരട്ടി വരുന്നുണ്ട്. ഇനിയിപ്പോൾ 2029 അല്ലെങ്കിൽ 28 ആ ഒരു സീസണിലോട്ടൊക്കെ നമ്മൾ കടക്കുമ്പോൾ എന്തായാലും ഇതിനും കുറവായിരിക്കും. അതായത് വളരെ നല്ല രീതിയിലാണ്, ശക്തമായിട്ടാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആൾട്ടിൻ്റെ പമ്പിങ്, ആൾട്ടിൻ്റെ സീസണിൻ്റെ ആ ഒരു പെർഫോമൻസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും 10x കോയിൻസുകൾ ചൂസ് ചെയ്യുക? 10x വരെ കയറാനുള്ള ചാൻസും വളരെ കുറവല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചധികം ചലഞ്ചിങ് ആണ് ഈ പ്രാവശ്യത്തെ സീസൺ. അത് ഞാൻ കുറച്ച് ഡീപ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി 2018-ലും 2021-ലും ടോപ്പ് 100-ലുള്ള കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ടോപ്പ് 100-ലുള്ള കോയിൻസുകളാണ് 10x കയറിയത്. ആ കോയിൻസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തതാണെന്നും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഞാൻ അതെല്ലാം ഇതിലെടുത്ത് കാണിക്കുന്നില്ല, കാരണം അത്രയധികം ലെങ്ത് ആയി പോകും നമ്മുടെ വീഡിയോ. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ടൈം കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അത് കാണാം. അതിലൊക്കെ പറയുന്നുണ്ട് ഓൾ ടൈം ഹൈൻ്റെ ഇമ്പോർട്ടൻ്റ് ഒക്കെ. നമ്മൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ചാനലിലെ പാസ്റ്റ് ലൈവിലൊന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ ലൈവിലായിരിക്കും കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവും അത്. അപ്പോൾ നമുക്ക് ഈ സീസണിൽ ഇത്രയധികം ഡിഫിക്കൽട്ടായിട്ട് കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കോയിൻസുകൾ ഇങ്ങനെ ഫോമോ കണ്ടിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടൊന്നും മേടിച്ച് വെക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ നമ്മുടെ ബൈനാൻസിൻ്റെ ഹോം പേജിലോട്ട് വരാം. ഹോം പേജിൽ നമുക്ക് ടോപ്പ് ഗെയിനേഴ്സ് കാണാം. ടോപ്പ് ഗെയിനേഴ്സിൽ നമുക്ക് കുറേ കോയിൻസ് കാണാം. SPK എന്ന് പറഞ്ഞിട്ടുണ്ട്, സഹാറ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അങ്ങനെ ഡെയിലി അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഇതിലൊരു 50%, 100% ഒക്കെ കയറി വരുന്ന കോയിൻസുകളൂടെ കാണുന്നുണ്ട്. എന്നാൽ അത് മേടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ അത് 50% അത് ഇറങ്ങി നിൽക്കുന്നതും കാണാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്ന പല കോയിൻസുകളും ഇവിടെ നമുക്ക് ടോപ്പ് ഗ്ലോസേഴ്സിൽ വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ കുറേ കോയിൻസുകളുണ്ട്. ഇതുപോലെ വന്നിട്ടുള്ള നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ടോപ്പ് ഗെയിനേഴ്സിൽ കണ്ടിട്ടുള്ള പല കോയിൻസുകളും ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ, അതായത് 2 ദിവസം കഴിഞ്ഞാൽ മതി, ജസ്റ്റ് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 50% ഒക്കെ ഇറങ്ങി വരുന്നത് കാണാം. അപ്പോൾ അത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നമ്മളത് എപ്പിക്ക് എന്ന് പറഞ്ഞൊരു വാലറ്റിലെ ഒരു ടോക്കണുള്ള കോയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും വലിയ ഡംപിങ് അല്ലാണ്ട് നോക്കുമ്പോൾ നമുക്ക് ചാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ, ഞാൻ എപ്പിക്കിൻ്റെ ചാർട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. എപ്പിക്കിൻ്റെ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം. ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത ആ ഒരു ടൈമാണ്. ഓക്കെ, ഞാൻ ചാർട്ട് ഒന്ന് റീഫ്രഷ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ചാർട്ടിൽ ഓടാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ എപ്പിക്കിൻ്റെ ആ ഒരു
ഓൾ ടൈം ഹൈ ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്തു. നമ്മൾ ഈ ഒരു ലെവലിൽ എത്തിയപ്പോഴാണ് പറഞ്ഞിരുന്നത്. അവിടെ നിന്ന് ഏകദേശം ഇപ്പോഴും അപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ പ്രൈസൊക്കെ അപ്പിൽ തന്നെ നിൽക്കുന്നത്. ഏകദേശം 78% കയറിപ്പോയി. അപ്പോൾ ഈ ഒരു 78% ഇത്രയും നല്ല രീതിയിൽ ഗെയിൻ കണ്ടിട്ട് മേടിച്ചിട്ടുള്ളവർ ഇപ്പോഴത്തെ അവസ്ഥ 22%ഒക്കെയാണ് ഇറങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ഇപ്പോൾ എപ്പിക്കാണ് ഇപ്പോഴും ഒന്ന് സ്റ്റേബിളായിട്ട് പിടിച്ച് നിൽക്കുന്നത്. ഇതുപോലെ വരുന്ന പല കോയിൻസുകളും നല്ല രീതിയിൽ ഡംപിങ് വരുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ടോപ്പ് ഗെയിനേഴ്സ് കണ്ടിട്ടൊന്നും അല്ലെങ്കിൽ ഫോമോ ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ആരും മേടിക്കരുത്. നിങ്ങൾ മേടിക്കേണ്ടത് എങ്ങനത്തെ കോയിൻസുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ സീസണിൽ 10x വരും എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. 10x വരാനുള്ള ചാൻസ് ഇപ്പോൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. കാരണം പാസ്റ്റ് ഹിസ്റ്ററി മാത്രമല്ല, ഇപ്പോഴത്തെ ഡൊമിനൻസിൻ്റെ മൂവ്മെൻറ്റും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഡൊമിനൻസ് നല്ല രീതിയിൽ ഇപ്പോൾ ഇറങ്ങി വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതീറിയാണ് കൂടുതൽ കയറി വരുന്നത്. എന്നാൽ ആൾട്ട് കോയിനുകൾ 2x പോലും കയറുന്നില്ല. കാരണം ഏകദേശം ഒരു 8%, ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അധികം ടൈമൊന്നും പറയാനില്ല. ഒരു 3 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൊമിനൻസിൻ്റെ ഒരു ഡംപിങ് ഇത്രത്തോളം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രതീക്ഷകൾ വളരെ അല്ല, തീരെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ആൾട്ടുകൾ കയറാനുള്ളത്. അപ്പോൾ ഇത്രയും ഇറങ്ങിയിട്ടും വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് 10x ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. നിങ്ങളൊരു മാക്സിമം ഒരു 3x അബോവ് പ്രതീക്ഷിച്ചാൽ മതി. 5x കിട്ടുമെന്നും എനിക്കിപ്പോൾ ഒരു ഡൗട്ടാണ്. എന്നിരുന്നാലും നമ്മൾ 10x വരാൻ ചാൻസ് ഉള്ള കോയിൻസുകളാണ് ബൈ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കൊരു നമ്മൾ ഈ ഒരു ആൾട്ട് സീസൺ എൻഡ് ആകുമ്പോൾ എന്തായാലും നമുക്ക് മാക്സിമം ഈ ആൾട്ട് സീസണിൽ എത്ര എടുക്കാൻ പറ്റും അത്രയും നമ്മൾ എടുത്തിട്ടാണ് ഇറങ്ങുള്ളൂ. ഓക്കെ, അത് നമ്മൾ പണ്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഡൊമിനൻസിൻ്റെ ആ ഒരു ബോട്ടം ലെവലെത്തുമ്പോൾ നമ്മളത് എന്തായാലും എക്സിറ്റ് ചെയ്യും. അത് ഞാൻ പണ്ടുണ്ട്. അപ്പോൾ ഇത്തരം ഡാറ്റകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലേക്ക് പെട്ടെന്ന് നിങ്ങളെ അറിയിക്കാൻ പറ്റുന്ന ടെലിഗ്രാമിലൂടെയാണ്. അപ്പോൾ ടെലിഗ്രാമിൽ ആരും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ജോയിൻ ചെയ്തേക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കടക്കാം. ഞാൻ ഈ ഒരു വീഡിയോ മാക്സിമം ലെങ്ത് ആക്കാണ്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ക്രിപ്റ്റോ റാങ്കിലോട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് ഓൾ ടൈം ഹൈ ആണല്ലോ കൂടുതൽ അറിയേണ്ടത്. ഓൾ ടൈം ഹൈ മാത്രമല്ല, കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ടോപ്പ് 100ലുള്ള കോയിൻസുകളാണ് അറിയേണ്ടത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഫിൽറ്റേഴ്സിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമുക്ക് ഒരു എക്സ്ചേഞ്ചിലത്തെ കോയിൻസുകൾ ചൂസ് ചെയ്യുമ്പോൾ, നമ്മൾ മേടിക്കുന്ന കോയിൻസ് ചൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളിലുള്ള പെയറുകൾ മേടിക്കാൻ ശ്രമിക്കുക. ഈ MEXയിൽ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് മേടിക്കരുത്. ബൈനാൻസിൽ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ നോക്കുക. എന്നിട്ട് MEXയിൽ ഉണ്ടെങ്കിൽ മേടിച്ചോ. കാരണം നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ലീഗലി മൂവ് ചെയ്തിട്ടുള്ള ടോക്കൺസ് ആയിക്കോട്ടെ, കോയിൻസ് ആയിക്കോട്ടെ, പിന്നെ അത്യാവശ്യം എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് മാത്രമാണ് ബൈനാൻസിലൊക്കെ ലിസ്റ്റ് ചെയ്യുള്ളൂ. ഇത്രയും ഡിഫിക്കൽട്ടായിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് പോലും അവിടെ സ്കാം നടക്കുന്നുണ്ട്, റഗ് പുള്ള് നടക്കുന്നുണ്ട്, ആ ഒരു ടോക്കണിലായിക്കോട്ടെ കോയിനിലായിക്കോട്ടെ. അപ്പോൾ ഇതുപോലെ ലോക്കലായിട്ടുള്ള ചെറിയ എക്സ്ചേഞ്ചുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അത്രയധികം കോയിൻസുകൾ ഡെയിലി ലിസ്റ്റ് ആവുന്നുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് റഗ് ചെയ്ത് പോകാമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന പെയർ അത്യാവശ്യം നല്ല എക്സ്ചേഞ്ചുകളിൽ ഉണ്ടോ എന്ന് ഫസ്റ്റ് നോക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ കണ്ടീഷൻ കൊടുത്തു. 5 മില്യൺ മുതൽ 4 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് വരെയുള്ള കോയിൻസ് മതി. നമുക്ക് ഇതിനെ ബോ ഉള്ളത് 4 ബില്യൺ അല്ല, ഞാൻ ഏകദേശം 2 ബില്യൺ ആണ് പറയാറ്. ഞാൻ 4 ഇവിടെ റൗണ്ട് ആക്കി ഇട്ടതാണ് കേട്ടോ. അതായത് 2 ബില്യണിൻ്റെ മീതെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കോയിനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു ഒരു 3x തന്നെ കിട്ടുന്നത് തന്നെ ഇപ്പോൾ വളരെ ഡിഫിക്കൽട്ടായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് 10x ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 2 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് 20 ബില്യണിലോട്ട് മാർക്കറ്റ് ക്യാപ്പ് മൂവ് ചെയ്ത് അത്രയും വലിയ ഫണ്ട് വന്ന് മൂവ് ചെയ്ത് ആ ഒരു കോയിനിൽ മാത്രം. ഞാൻ പറഞ്ഞു ഒരുപാട് കോയിൻസ് ഉണ്ട്. അപ്പോൾ ഇതിലോട്ടൊക്കെ വെയിൽസ് ഡൈവേഴ്സിഫൈ ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 10x പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കോയിനിൽ തന്നെ 2 ബില്യണോ അല്ലെങ്കിൽ 5 ബില്യണോ അബോവ് ഉള്ള കോയിനുകളിൽ അല്ലെങ്കിൽ ടോക്കണുകളിൽ നിങ്ങൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 10x പോയിട്ട് ഒരു 5x കയറണമെങ്കിൽ പോലും അതിൻ്റെ 5 ഇരട്ടി മാർക്കറ്റ് ക്യാപ്പ് ഫണ്ട് അതിലോട്ട് മാത്രമായിട്ട് വരണം, മറ്റു കോയിനിലോട്ടൊന്നും വരണ്ട. അപ്പോൾ ഇന്നത്തെ കാലത്ത് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു 4 ബില്യൺ ഞാനൊരു ആവറേജ് കൊടുത്ത് 2 ബില്യൻ്റെ ഉള്ളിലാണ് ഞാൻ നോക്കുന്നുള്ളൂ മാക്സിമം. പിന്നെ കുറേ പേര് വലിയ വലിയ കോയിനുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. XRP, സുയി, HBAR അങ്ങനത്തെ വലിയ കോയിനുകൾ. പക്ഷേ അത് റിസ്ക് ഒന്നുമില്ല. പക്ഷേ അതിൻ്റെ റിട്ടേൺസും വളരെ കുറവായിരിക്കും. നിങ്ങൾക്ക് അതിലൊരു 3x ഒക്കെ പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഞാനൊരു ഫിൽട്രേഷൻ ഇവിടെ അപ്ലൈ ചെയ്തതിൻ്റെ റീസൺസ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിൽ ഞാൻ ബൈനാൻസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ബൈനാൻസിലുള്ള പേഴ്സ് മാത്രം കാണിച്ചാൽ മതി. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് റാങ്ക്. നമുക്ക് 10 മുതൽ 200 വരെ റാങ്കിലുള്ള കോയിൻസാണ് ഞാൻ നോക്കുന്നത്. ഞാൻ പറഞ്ഞു കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ടോപ്പ് 100 കോയിൻസുകളാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു 200 ആവറേജ് കൊടുക്കുകയാണ്. എന്നിരുന്നാലും കുഴപ്പമില്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ റാങ്ക് ഒന്നുകൂടി വെരിഫൈ ചെയ്യും ബൈ ചെയ്യുന്നതിന് മുന്നേ. പിന്നെ ടോപ്പ് റാങ്കിൽ നിന്ന് നമ്മൾ 10 റാങ്കിലുള്ളത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതായത് BNB, XRP അതുപോലത്തെ
വലിയ വലിയ കോയിൻസ് ഉണ്ട്, ഡോജി, സൊളാനോ, അങ്ങനത്തെ കോയിൻസുകളൊന്നും വരാതിരിക്കാൻ റാങ്ക് 10 മുതൽ 200 വരെ ഉള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ റീസണുകൾ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റീസണുകളൊക്കെ ഞാൻ ലൈവ് പ്രൂഫ് സഹിതം കാണിച്ചു തരാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആവും. അതായത് സൊളാനോ കഴിഞ്ഞ സീസണിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ഒരു പമ്പിങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന, അതായത് ടോപ്പ് 100 എത്തുന്നുള്ളൂ, അപ്പോൾ തന്നെ അതിന് ഏകദേശം 1 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് വരുമ്പോഴാണ് അത് 70 85ാമത്തെ റാങ്കിൽ നിൽക്കുന്നത്. 1 ബില്യൺ അവിടുന്ന് 10x വരെ അത് പോയി. അതായത് 10 ബില്യൺ അബോ 15 ബില്യണോട്ടൊക്കെ കടന്നു അത് ഇല്ലേ, അത്രയും കടന്നു. അപ്പോൾ ഈ 65ാമത്തെ റാങ്കിലോട്ട് വരുമ്പോൾ പോലും 1 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ റാങ്ക് കൊടുക്കുന്നത് 200 വരെ ഉള്ളതാണ് കൊടുക്കുന്നുള്ളൂ. കാരണം നമുക്ക് ഒത്തിരി റാങ്ക് ബാക്കിലോട്ട്, അതായത് 300 500 ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഗെയിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ മാർക്കറ്റ് ക്യാപ്പ് മാത്രമല്ല, നമുക്ക് റാങ്കിൻ്റെ ഉള്ളിലുള്ളൊരു പരിധി കിട്ടണം. കാരണം 100 റാങ്കിന് മീതെ നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കോയിൻസ് ഉണ്ട്. ഇതിലേതാണ് നല്ലത് നമുക്ക് ഒരിക്കലും തിരഞ്ഞെടുക്കാൻ പറ്റില്ല. എന്നാൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ 100ൽ വരുന്ന കോയിൻസുകൾ 10x വരാനുള്ള ചാൻസ് ഒരുപാട് ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ. അപ്പോൾ ആ ഒരു ബേസിക്കിലാണ് നമ്മൾ ഈ ഒരു സീസണിൽ മാക്സിമം എത്രത്തോളം, എത്ര എക്സ് വരെ, 2x ആണോ 5x ആണോ എത്ര വരെ പോകുന്നറിയില്ല. പക്ഷേ നമുക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ടോപ്പായിട്ടുള്ള 100 കോയിനുകളിലുള്ള കോയിൻസുകളാണ് മൂവ് ചെയ്യാന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. അത് കഴിഞ്ഞ സീസണിലും അതിൻ്റെ മുന്നത്തെ സീസണിലും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ റാങ്ക് ഇവിടെ 10 മുതൽ 200 വരെ കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 200 ഞാനൊരു റൗണ്ട് ഫിഗർ വെച്ചതാണ്. നമുക്കൊരു 125 വരെ 125 വരെ നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ റാങ്ക് ഇവിടെ കൊടുത്തതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് ഞാൻ അപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലിസ്റ്റ് പ്രകാരം വന്നു. ഇനി ഞാൻ ലേ ഔട്ടിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞുതരാം. ലേ ഔട്ടിൽ നമുക്ക് അറിയേണ്ടത് റാങ്ക് എന്തായാലും അറിയണം. പിന്നെ ATH ഡേറ്റ്, അതായത് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ആകുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ സീസണിലൊക്കെ ഞാൻ സൊളാനോനെ ബേസിക് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഇതേപോലെ തന്നെയാണ് ഡോജിയും ഷിബയും ഒക്കെ സംഭവിച്ചേക്കുന്നത് കേട്ടോ. ഒന്നും സൊളാനയ്ക്ക് മാത്രം ഒരു സ്പെഷ്യലായിട്ട് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം ഒരേ പാറ്റേൺ ആണ്. അപ്പോൾ ഞാൻ സൊളാനാണ് എപ്പോഴും എടുത്ത് പറയുന്നത്. അപ്പോൾ ഓൾ ടൈം ഹൈ ഡേറ്റ്, ATH ഡേറ്റ്, അതായത് സൊളാനോൻ്റെ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ആയത് ഫെബ്രുവരി 3 ഞാൻ അതിൻ്റെ ചാർട്ട് എടുത്ത് കാണിച്ചെന്ന ടൈം എടുക്കും. അപ്പോൾ കഴിഞ്ഞ ആൾട്ട് സീസൺ 2021 ജനുവരി 3 സ്റ്റാർട്ട് ചെയ്തത്. ഫെബ്രുവരി ഒരു 2 ആയിട്ടാണ് സൊളാനോൻ്റെ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്. അവിടുന്ന് 10x പോയി. അപ്പോൾ നമുക്ക് ATH ഡേറ്റ് അറിയണമെന്ന് കുറച്ച് നിർബന്ധമാണ്. അതായത് ഓൾ ടൈം ഹൈയുടെ ഡേറ്റ് ആൾട്ട് സീസണിൻ്റെ പീരീഡിലാണോ എന്നുള്ളത് കാര്യം നമുക്ക് നിർബന്ധമായിട്ട് അറിയണം. അപ്പോൾ ATH ഡേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പെർസെൻറ്റേജ് ടു ATH, ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസിൽ നിന്ന് അതിൻ്റെ പ്രീവിയസ് ഓൾ ടൈം ഹൈയിലോട്ട് എത്ര ശതമാനം ഉണ്ട് എത്താൻ. അതായത് BNBയുടെ ഓൾ ടൈം ഹൈ പ്രൈസ് 100 കരുതുക. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് 75 വിചാരിക്കുക. അപ്പോൾ 75 അത് 100 എത്തണം അല്ലേ, 100 കയറണം. അപ്പോൾ ഒരു 20% 25% കയറണം. അതാണ് പെർസെൻറ്റേജ് ടു ATH, അതായത് ഓൾ ടൈം ഹൈയിലോട്ട് കറൻറ്റ് പ്രൈസിൽ നിന്ന് എത്ര ശതമാനം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ മാർക്കറ്റ് ക്യാപ്പ്, പിന്നെ പ്രൈസ് ചേഞ്ചസ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. 7 ദിവസമായിട്ട് അതിൻ്റെ എത്രത്തോളം ശതമാനം കയറിയിട്ടാണോ അത് മൈനസിലാണോ നിൽക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ്. പിന്നെ റാങ്ക് 7 ദിവസം കൊണ്ട് 14 ദിവസം കൊണ്ടൊക്കെ എത്ര റാങ്ക് അത് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഇതിലോട്ട് കയറി വരുന്നുണ്ട് അതറിയാൻ വേണ്ടിയിട്ട്. പിന്നെ കോയിൻ്റെ പേര് അല്ലെങ്കിൽ ടോക്കണിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കിവിടെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ ഇടാൻ പോവാണ്. അപ്പോൾ ഞാൻ അസെൻഡിങ് ഓർഡറിൽ ഇടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറുത് മുതൽ വലുത് വരെയുള്ള രീതിയിൽ വരും. അതായത് പെർസെൻറ്റേജ്, അതായത് ഇത് സ്റ്റേബിളാണ്. സ്റ്റേബിൾ കോയിൻ നിങ്ങൾക്കറിയാം എപ്പോഴും അതൊരു ഡോളർ ബേസിലാണ് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ കാര്യം നമുക്ക് അറിയണമെന്നില്ല. പിന്നെ ഇത് ഗോൾഡ് പെഗ്ഡ് ആണ്, അതൊന്നും അറിയണ്ട. ഫോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോക്കൺ ഉണ്ട്. ഇത് 4.55% നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഫോമിൻ്റെ കേസ് ഒന്ന് നോക്കണം. ഫോം എന്തായാലും നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ 100ൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 150യുടെ ഉള്ളിലുള്ളതാണെന്ന് അറിയാം. അപ്പോൾ ഇത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ആയ ഡേറ്റ് നോക്കിക്കുക, ജൂലൈ 12, അല്ലെങ്കിൽ ഇവിടെ നോക്കി നോക്കാം. പക്ഷേ ഏറെക്കുറെ ഒരു ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് കറക്റ്റ് അക്യുറേറ്റ് അല്ല. എന്നിരുന്നാലും ജൂലൈ 11 ഇവിടെ നോക്കുമ്പോൾ കറക്റ്റ് തന്നെയാണ്. നമുക്ക് ജൂലൈ 11 കറക്റ്റ് തന്നെയാണ് ഓൾ ടൈം ഹൈ. അപ്പോൾ ഈ ജൂലൈ 11 എന്ന് പറയുന്ന ഈ ഒരു മാസത്തെ ഡേറ്റ് കറക്റ്റ് നമ്മുടെ ഡൊമിനൻസ് അതായത് സീസണിൻ്റെ ആ ഒരു ഉള്ളിൽ വന്നിട്ടുള്ള ഡേറ്റ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫോം നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എത്ര 1.31 ബില്യൺ ഉള്ളൂ. അതും ഓക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ശതമാനം 30 ദിവസം കൊണ്ട് ഇത് 26% കയറി വന്നിരിക്കുന്നത്. ഇതാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഓരോ സീസണിലും, ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം 100% 200% കയറേണ്ടതായിരുന്നു. അത് ഈ കഴിഞ്ഞ ആൾട്ട് സീസണിൽ സെയിം ക്രൈറ്റീരിയകൾ, അതായത് ഓൾ ടൈം ഹൈയും മറ്റേ റാങ്കും ഇതൊക്കെ മാച്ച് ചെയ്തിട്ടുള്ള ഒരു ടോക്കൺ ഇവിടെ വന്നപ്പോൾ, ഈ ഒരു സീസണിൽ വന്നപ്പോൾ വെറും 26% കയറി വന്നിട്ടുള്ളൂ. ഇത് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ടോപ്പ് 100ൽ ഉള്ളിലുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് 10x പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഡൊമിനൻസിൻ്റെ കേസ് നോക്കുമ്പോൾ ഇത്ര ഇറങ്ങിയില്ലേ, 8% ഇറങ്ങി. അപ്പോൾ ഇനി ബാക്കി എത്ര, മൊത്തത്തിൽ ഒരു 35% നമ്മൾ നോക്കുന്നത്. ഇനി എത്ര ശതമാനം ഉണ്ട് ഇറങ്ങാൻ? ഇനി 28% ഇറങ്ങാൻ കിടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇത് 10x കയറുമെന്നുള്ള കാര്യം കുറച്ച് റിസ്ക് ആണ്. അപ്പോൾ
ഞാൻ പറഞ്ഞത് 10x നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല ഇനി മുതൽ. കാരണം ഒരു മാസത്തെ ചേഞ്ചസിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മാസം കൊണ്ട് ഒരു മാസം ഡൊമിനൻസ് ഇത്ര ഇറങ്ങിയിട്ട് ഡൊമിനൻസ് ഇത്ര ഇറങ്ങിയിട്ട് നമുക്ക് ഈ ഒരു മാസത്തിൻ്റെ പീരീഡിൽ ഏകദേശം ഒരു 10x കയറുന്ന ഒരു കോയിനെങ്കിലും കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ കണ്ടെത്തേണ്ടതായിരുന്നു. കാരണം കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാടുണ്ട്, പല കോയിൻസും പല ടൈമിലൊക്കെ കയറിയെന്നുണ്ടെങ്കിലും ഫസ്റ്റ് മന്തിലാണ് കുറേ കോയിൻസുകൾ കയറിയത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മാസം ഡൊമിനൻസ് ഇറങ്ങിയിട്ടും നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ടോപ്പ് 100ലുള്ള ഒരു കോയിൻ പോലും 10x പോയിട്ടില്ല, 2x പോലും പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ വളരെ പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പേടിക്കാമെന്ന് ഉദ്ദേശിച്ചത് ഞാൻ ലോസ് വരുന്നല്ല, 10x പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ മീൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്കിനി വേറെയും കുറേ കോയിൻസുകളുണ്ട്. പിന്നെ USD ഇതൊക്കെ പെഡ്ജഡ് ആയിട്ടുള്ള സ്റ്റേബിൾ കോയിൻസ് ആണ്, ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ സിറപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇത് കറണ്ട് പ്രൈസിൽ നിന്ന് ഓൾ ടൈം ഹൈയിലോട്ട് 40% കയറാൻ കിടക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് 40%. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് നോക്കി നോക്കാം. 40% എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല. ഓൾ ടൈം ഹൈയുടെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് അല്ലേ. ഓൾ ടൈം ഹൈയുടെ അടുത്ത് 30-35% ഉള്ളൂ. പക്ഷേ ഇത് മേടിക്കണം വേണ്ടത് നമുക്ക് നോക്കാം. സിറപ്പ് എന്നുള്ളത് ഓക്കെ, ഞാൻ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ വന്നിട്ട് ഒന്ന് നോക്കുന്നുണ്ട്. ഇത് എത്രയാണ്? 116ാമത്തെ റാങ്കിലാണ് നിൽക്കുന്നത്. 125 വരെ നമുക്ക് വലിയ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. 116ആണ്, അപ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇത് മേടിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂവ്മെൻറ്റ് റാങ്കും കാര്യങ്ങളൊക്കെ നോക്കണം. 30 ദിവസമായിട്ടും ഡൊമിനൻസ് ഇത്ര ഇറങ്ങിയിട്ടും ഇത് ഇപ്പോഴും മൈനസിലാണ്. 14 ദിവസമായിട്ട് 10% ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അതായത് ഇതിനൊരു മൂവ്മെൻറ്റും ഇല്ല. അതായത് ഡൊമിനൻസ് ഇത്ര ഇറങ്ങിയിട്ടും ഇതിനൊരു മൂവ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യണം. അതുമാത്രമല്ല, ഇത് 30 ദിവസത്തെ റാങ്ക് നോക്കിക്കുക. 30 ദിവസമായിട്ട് ഇത് റാങ്ക് താഴത്തോട്ടാണ് ഇറങ്ങി വരുന്നത്. അതായത് 116 നമ്മളിവിടെ കണ്ടു ഇല്ലേ, 116 കണ്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 90 റാങ്ക് എന്നാണ് 116 മൈനസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് മേടിക്കാൻ പാടുമോ? ഇത് മേടിക്കാൻ പാടില്ല. ഇനി ബാക്കിയുള്ള നമുക്ക് നോക്കാം. ഇത് നോക്കണ്ട, ഇത് മറ്റേ റാപ്പിഡ് സോൾ എന്നൊക്കെ പറയുന്ന പോലെ ബൈനാൻസിലുള്ള സോളാണ്, നമുക്കിത് അവോയ്ഡ് ചെയ്ത് കളയാം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല അതിൻ്റെ റാങ്കും കുറവാണ്. ഇനി നമുക്ക് പെൻഡൽ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, ഒരു 67% ഉണ്ട് ഇത് ഓൾ ടൈം ഹൈയിലോട്ട്. എന്നിരുന്നാലും നമുക്കൊരു 100% ഉള്ളിലുള്ളത് വരെ നോക്കിയാൽ മതി. അതായത് ഓൾ ടൈം ഹൈയിലോട്ട് 100% ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് നിരീക്ഷിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്, മേടിക്കണം എന്നല്ല പറയുന്നത്. നമുക്ക് 100% മൈനസ് അതിൻ്റെ പ്ലസ് കിടക്കുന്നുണ്ടെങ്കിൽ 100% എത്തണം അത് ഓൾ ടൈം ഹൈയിലോട്ട്. അവിടെ എത്തിയാലാണ് നമ്മൾ മേടിക്കേണ്ടത്. പക്ഷേ നമ്മൾ അത് ലിസ്റ്റിൽ അത് എടുത്ത് വെക്കേണ്ടത്. അപ്പം അങ്ങനെ എടുത്ത് വെക്കേണ്ട കാര്യമില്ല. കാരണം ഇതിൻ്റെ റാങ്ക് നോക്കിക്കുക, 30 ദിവസമായിട്ടും അതായത് ഡൊമിനൻസ് ഇത്ര ഇറങ്ങിയിട്ടും ഇതിൻ്റെ റാങ്ക് മൈനസ് അല്ല, വെറും 1 റാങ്കാണ് കയറിയിട്ടുള്ളൂ. റീസെൻ്റ് ആയിട്ടുള്ള ഒരു 14 ദിവസത്തെ കേസ് നോക്കുമ്പോൾ -5 ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എന്തായാലും അവോയ്ഡ് ചെയ്ത് കളയാം. പിന്നത്തെ നെക്സ്റ്റ് ഉള്ളത് പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കണാണ്. നമ്മുടെ മേടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നോക്കി 30 ദിവസം കൊണ്ട് 73 റാങ്ക് കയറിയിട്ടുണ്ട്. ഓൾ ടൈം ഹൈയിലോട്ട് 68%. പക്ഷേ അത് ഓൾ ടൈം ഹൈയിലോട്ട് നോക്കാം. നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കി നോക്കാം ബൈനാൻസിൽ. ഓക്കെ, ഓൾമോസ്റ്റ് ബൈനാൻസിൽ ഇതാ ഓൾ ടൈം ഹൈ ആ ഒരു ലെവലാണ് നിൽക്കുന്നത്. ഈ ഒരു വിക്ക് ലൈൻ നോക്കണ്ട, ഈ ഒരു വിക്ക് ലൈൻ്റെ ബേസിക്കിലാണ് ഇവിടെ 68 നമ്മൾ കണ്ടത്. 68% ഉണ്ട് ഓൾ ടൈം ഹൈയിലോട്ട് എന്നുള്ളത് കണ്ടത്. നമുക്ക് വിക്ക് കാര്യമാക്കേണ്ട, അത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബഗ് വരുന്നതാണ്. നമുക്ക് ബോഡിയാണ് ക്യാൻഡലിൽ ഇമ്പോർട്ടൻ്റ്. ഇതാണ് ഈ ഒരു ബോഡി ലൈൻ, ഈ വിക്കുകൾ ഒഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയിട്ടുള്ളതാണ്. നമ്മുടെ കണ്ടീഷൻസുകളൊക്കെ മീറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്നിരുന്നാലും നമ്മുടെ എല്ലാ കണ്ടീഷനും മീറ്റ് ചെയ്തിട്ടുള്ള ആകെ ഒരേ ഒരു കോയിനേ ഉള്ളൂ എന്ന് കരുതിയിട്ട് നിങ്ങളുടെയുള്ള ഫണ്ട് ഒരിക്കലും, ഞാനിപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ പറയാറുള്ളതാണ്, ഒരിക്കലും മൊത്തം ഫണ്ട് കൊണ്ടിട്ട് ഇതിലിടരുത്. ഇപ്പോൾ നിങ്ങളിൽ $1000 ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ $1000 ഇവിടെ കൊണ്ടിടരുത്. നിങ്ങൾ എത്രയാണ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? 10 ആയിട്ടാണ് ഉദ്ദേശിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മിനിമം നിങ്ങളുടെ ഫണ്ട് 10ന് മീതെങ്കിലും ഡിവൈഡ് ചെയ്യുക. എന്നാൽ 20ക്കുള്ളിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരുപാട് അങ്ങ് ഡിവൈഡ് ചെയ്ത് പോകാതിരിക്കുക. അപ്പോൾ നമ്മൾ 10 ആണെന്നുണ്ടെങ്കിൽ $100 മാത്രം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ബാക്കിയുള്ള ഡോളർ നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ നിങ്ങൾ മറ്റ് കോയിനുകളിലോട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് കോയിൻ പമ്പിങ് കണ്ട് അതിൽ പോയി ഇടാനൊക്കെ തോന്നും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കയ്യിൽ വെക്കുക. നിങ്ങൾക്ക് അവസരം വരും. ഞാൻ പറഞ്ഞു സൊളാനൊക്കെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഓൾ ടൈം ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു കോയിനൊക്കെ അന്ന് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ ഇനിയും സമയമുണ്ട്. അപ്പോൾ അതിൽ പുതിയ കോയിൻസുകളൊക്കെ നമുക്ക് സജഷനിൽ വരും. അപ്പോൾ മേടിക്കുക. പക്ഷേ 10x ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് ഓക്കെയാണ്. ഇപ്പോൾ ഇത്രയും കോയിൻസ് നമ്മൾ നോക്കിയാൽ ഇതാണ് ഒരെണ്ണമാണ് ഓക്കെ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ബോങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഇതിൻ്റെ റാങ്ക് അത്യാവശ്യം നല്ല രീതിയിൽ കയറിയിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ബോങ്കിൻ്റെ കേസ് നോക്കുമ്പോൾ നമ്മൾ 2 ബില്യൺ മീതി ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും കുഴപ്പമില്ല. ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ടോപ്പ് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ടോപ്പ് 100 കോയിനിൽ ആകെ ഒരു 3 കോയിൻസ് ഉള്ളൂ. പിങ്ക് ഓക്കെയാണ്, ബോങ്ക് ഓക്കെയാണ്, പിന്നെ ഓണ്ടോ വലിയ കുഴപ്പമില്ല. പക്ഷേ റാങ്ക് വളരെ കുറവാണ് ഇട്ടത്. പക്ഷേ റാങ്ക് മൈനസിലോട്ട് പോയിട്ടില്ല. പക്ഷേ റാങ്ക് കുറവാണ്. മാർക്കറ്റ് ക്യാപ്പ് കുറച്ച് കൂടുതലാണ്. എന്നിരുന്നാലും ഇത് വലിയ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതും മേടിക്കാം. നമ്മുടെ ലിസ്റ്റിലുള്ളത് തന്നെയാണ്. പിന്നെ നമ്മുടെ ടെലിഗ്രാമിലൂടെ ഞാൻ പറഞ്ഞതാണ് ഫ്ലോക്കും വലിയ കുഴപ്പമില്ല. 1.2 അല്ലെങ്കിൽ 1.3 ബില്യൺ ആണ് മാർക്കറ്റ് ക്യാപ്പ്. റാങ്ക് ഇതാണ് ഇമ്പോർട്ടൻറ്റ്. 30 ദിവസമായിട്ടും ഡൊമിനൻസ് ഇത്ര ഇറങ്ങിയിട്ട് 30 ദിവസമായിട്ട് 27 റാങ്ക് കയറി വന്നിട്ടുണ്ട്. ഓക്കെ.
അപ്പോൾ 30 ദിവസത്തെ കണക്കിൽ നമുക്ക് പ്രൈസിൻ്റെ ചേഞ്ചസ് നോക്കുമ്പോൾ 82% കയറി നിൽക്കുന്നുണ്ട്. ഓൾ ടൈം ഹൈയിലോട്ട് 158%ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം, ഞാനിത് പറഞ്ഞതിൻ്റെ കുറച്ച് റീസൺസ് ഒന്ന് നോക്കി നോക്കാം വേറെ എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓൾ ടൈം ഹൈയിലോട്ട് നമ്മൾ ഈ ഒരു ടൈമിലാണ് പറഞ്ഞത്, ഓൾ ടൈം ഹൈയിലോട്ട് ഒരു 80% കയറാനുണ്ട്. പക്ഷേ നമ്മുടെ ഈ ടോപ്പ് 100 കോയിനുകളിൽ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് കോയിൻസുകളുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സീസണിൽ വെറും 3-4 കോയിൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലോക്ക് എടുത്തതും. പിന്നെ 82%, ബാക്കി എല്ലാ കണ്ടീഷൻസും മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾ ടൈം ഹൈയുടെ ഒരു ഇത് മാത്രമേ ഉള്ളൂ കുറച്ച് കുറവിൽ നിൽക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ബാക്കിയുള്ള കണ്ടീഷൻസ് വലിയ അലമ്പില്ല. ഓക്കെ, പിന്നെ ഉള്ളത് നമുക്ക് ENS നോക്കാം. ENS നോക്കേണ്ട കാര്യമില്ല, കാരണം ഞാൻ പറയാറുണ്ട്, നമ്മുടെ ഗ്രൂപ്പിലൂടെ പറയാറുണ്ട്. ഞാൻ ഗ്രൂപ്പിൽ എപ്പോഴും അല്ല അപ്ഡേറ്റുകൾ ഇടുന്നത്. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണം. കാരണം ഈ ഒരു കേസ് നമ്മൾ അവോയ്ഡ് ചെയ്ത് ENS അവോയ്ഡ് ചെയ്യാനുള്ള മെയിൻ റീസൺ 2021, അതായത് കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ഒരു കോയിനായിരുന്നു. അപ്പോൾ കഴിഞ്ഞ സീസണിൽ ഉള്ളത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യും. കാരണം അതിൻ്റെ ഓൾറെഡി ഒരു ഫ്യൂവലും കാര്യങ്ങളും പമ്പിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി അത് കയറാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ സീസണിലുള്ളത് അവോയ്ഡ് ചെയ്ത് കളയുന്നത്. പിന്നെ വിർച്വലും വലിയ കുഴപ്പമില്ല. പക്ഷേ നമുക്കറിയാം ഇതിൻ്റെ ലിസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ അത്ര അധികം ആയിട്ടില്ല. കുറച്ചും കൂടി ടൈം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ലിസ്റ്റ് ചെയ്തിട്ടുള്ളതല്ല, ഇത് ജാനുവരി 2 കാണിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ബൈനാൻസിൽ ഫ്യൂച്ചേഴ്സിലാണ് ഫസ്റ്റ് ലിസ്റ്റ് ചെയ്തത്. സ്പോട്ടിൽ ഈ അടുത്താണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും ഇത് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. കാരണം ഇതിൻ്റെ റാങ്ക് നമുക്ക് 30 ഡേയ്സിൻ്റെ റാങ്ക് ഒന്നും മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ENA ഇത് നമ്മുടെ ഗ്രൂപ്പിൽ വാങ്ങാൻ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ENAക്ക് കുറേ റീസൺസുകൾ ഉണ്ടായിരുന്നു. ഇത് റാങ്കും പെർസെൻറ്റേജും 3 ബില്യൺ ഇതൊന്നുമല്ല. ഇതിന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ബൈനാൻസ് ആണ്. പിന്നെ സോളാനോൻ്റെ മെയിൻ പാർട്ട്ണറാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ട്രംപിൻ്റെ ഒരു കമ്പനി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നിരുന്നാൽ ഞാൻ എൻ്റെ ചാർട്ടൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നിട്ട് നമുക്ക് വീഡിയോ ക്ലോസ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ സീസണിൽ ഉണ്ടാവാത്ത ഒരു കോയിനാണ്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഓൾ ടൈം ഹൈയിലോട്ട് 160% ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് ഡൊമിനൻസ് ഈ ഒരു മാസത്തെ നോക്കുമ്പോൾ, ഈ ഒരു മാസത്തെ ബോട്ടം വെച്ച് നോക്കുമ്പോൾ 130% കയറി വന്നിട്ടുണ്ട്. ഇത് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ ടോപ്പ് 100ൽ പെടുന്നതാണ്. അങ്ങനെ ഒരുപാട് കേസുകൾ ഇതിലുണ്ട്. പിന്നെ ഈ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ട്രംപിൻ്റെ കമ്പനിയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവരുടെ കമ്പനി തന്നെ സ്റ്റേബിൾ കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞു, ഈ ഒരു വർഷത്തിൽ ഈ ഒരു സീസണിൽ അമേരിക്കയിൽ സ്റ്റേബിൾ കോയിൻസ് ലീഗലി അപ്രൂവ് ആക്കാനുള്ള ചാൻസ് അല്ല, ഏറെക്കുറെ അത് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കമ്പനി നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ കൂടുതലുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കയറാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ക്രൈറ്റീരിയകളിൽ പകുതിയേക്കാളും കൂടുതൽ മാച്ചിങ് ആണത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടോക്കണെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെ ഇതിൽ അങ്ങനെ അധികം ഇല്ല. ഓക്കെ, പിന്നെ അങ്ങനെ നമ്മുടെ കണ്ടീഷൻ പ്രകാരമുള്ളതൊന്നും ശരിക്കും വന്നിട്ടില്ല. നമുക്ക് വെയിറ്റിംഗ് ആണ്. അപ്പോൾ പുതിയത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിലൂടെ അറിയിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വോയിസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. കാരണം അതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഗ്രൂപ്പിലൂടെ നമ്മുടെ യൂട്യൂബിലൂടെ ഞാൻ ഓൾറെഡി ആ വീഡിയോസ് നമ്മുടെ ലൈവിലും പറഞ്ഞിട്ടുണ്ട്, ഓഫ്ലൈൻ അപ്ലോഡ് ചെയ്ത വീഡിയോസുകളിലും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്നു, നിങ്ങൾ ടെലിഗ്രാമിലോട്ട് വരിക. കാരണം ടെലിഗ്രാമിലാണ് എനിക്ക് എന്നും അപ്ഡേറ്റ് പെട്ടെന്ന് ഇടാൻ പറ്റുള്ളൂ, ഈ വോയിസ് ആയിട്ട്. കാരണം യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും, അത് എഡിറ്റിംഗ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരും. ഈ ഒരു വീഡിയോ ഞാൻ എന്തായാലും അങ്ങനെ അധികം എഡിറ്റ് ചെയ്യാനൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ കണ്ടിന്യൂസ്ലി കാര്യങ്ങൾ പറഞ്ഞു പോയേക്കാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ് ചെയ്തില്ലെങ്കിൽ സബ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്തേക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.